നമസ്കാരമുണ്ട്. കുറേ ദിവസമായി വീഡിയോ ഒന്നും എടുക്കാണ്ട്. എന്താണെന്നറിയോ, എനിക്ക് ഡെങ്കിപ്പനി പിടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി എന്താ പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ഒരു മഴമരം ഉണ്ടാക്കുന്നത്, ഒരു ബോൺസൈ മഴമരം. അത് ആർട്ടിഫിഷ്യൽ, ഒറിജിനൽ അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഇങ്ങനത്തെ വയറാണ്. ഇങ്ങനത്തെ കോപ്പർ വയറില്ലേ, ഇത് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കോപ്പർ വയറിനോട് നമ്മൾ മരമാക്കുന്നത്. ഇത് എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, കയ്യെല്ലാം മുറിയും. ഞാനിങ്ങനത്തെ ടഫായിട്ടില്ല നോക്കുന്നത്. ഇവിടെ താരോളം വരയിട്ടിട്ടില്ലേ, വയറിലൊന്നാകെ പിടിച്ചിട്ട് കോഴി വിൽക്കുന്ന പോലെ പിടിച്ചിട്ട് വേലി വിൽക്കണം. ഇങ്ങനെ ഇത് പിടിച്ചിട്ടില്ലേ വേണ്ട, നമുക്ക് ഇങ്ങനെ എടുക്കാൻ കഴിയും. നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കാം, മതി. ഇതാ, അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനത്തെ വയറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 200 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കുത്തി വെക്കാൻ ഒരു സാധനം വേണം. അതിന് ഞാൻ എടുക്കുന്നില്ലേ, സ്പ്രേ പെയിൻ്റ് ഇല്ലേ, അതിൻ്റെ അടുപ്പ്. ഇതാ ഇതിൽ നമ്മൾ ഇങ്ങനെ കുറേ ഒട്ട ഇട്ട് വെച്ചിട്ടില്ലേ, അതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കും. അപ്പോൾ നമുക്ക് ഒരു 200 ഒട്ടയെല്ലാം ഇടേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ നമ്മളതാ ഒരു 200 ഒട്ട ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇട്ടല്ല, ഇതിൽ തന്നെ ഉണ്ടായത്. ഒട്ട ഇട്ടിട്ട് കയ്യെല്ലാം ബെൻഡായി. അപ്പോൾ അടുത്ത എന്തിയാക്കണ്ട പറഞ്ഞാൽ ഇതിലേക്കെല്ലാം ഇങ്ങനെ ഓരോരു വയർ ഇങ്ങനെ കുത്തിയിട്ട് കയറ്റണം. എങ്ങനെല്ലാം ആക്കി ഒട്ടയിൽ ഇത് ഇങ്ങനെ വയറെല്ലാം കയറ്റി വെച്ചത്. ഇനി നമുക്ക് ഇതെല്ലാം ലെവലാക്കണം. ഇതാവുമോന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ആക്കി നോക്കുന്നത് ഒരു എക്സ്പെരിമെന്റ് പോലെ. അങ്ങനെ കഴിയുന്നത്ര ഇല്ല, ഉള്ളിലേക്കും പുറത്തേക്കും എല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അധികമാക്കുമ്പോഴല്ലേ ഇന്ന് ഓരോന്ന് എളീറ്റ് വരുന്നു ഇങ്ങനെ. നമുക്കില്ല, ഇത് ഇവിടുത്തേക്ക് തന്നെ ഒന്ന് ലോക്ക് ഇടാം ഇങ്ങനെ. അങ്ങനെ നമ്മളാ ലോക്കെല്ലാം ഇട്ടിട്ട് കഴിഞ്ഞു. ഇതായിരിക്കും നമ്മളെ മരത്തിൻ്റെ പേര്. ഇതായിരിക്കുന്നല്ല, ഇതന്നെ മരത്തിൻ്റെ പേര് തന്നെ. ഇനി നമ്മൾ എന്തിയാക്കേണ്ടത് അറിയാം, ഇങ്ങനെ മരമാക്കാൻ തുടങ്ങണം. നമ്മൾ ബോൺസൈ മരം ഇവിടുന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇത്ര ആക്കുന്നതിൻ്റെ അടുക്ക് നമുക്ക് ഇങ്ങനെ ഒരു ബെൻഡെല്ലാം വേണം കിടാം, മരത്തിനെ പോലെ ആവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെയെല്ലാം ആക്കാം. വേണമെങ്കിൽ ലാസ്റ്റും ആക്കാം നമുക്ക് വേണമെങ്കിൽ. എന്നിട്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. ഇവിടെ നിർത്തിയിട്ട് നമുക്കിത് 2 ബ്രാഞ്ചസ് ആയിട്ട് എടുക്കാം. ഇങ്ങനെ ചെറിയ ചെറിയ വയറായതിനെക്കൊണ്ട് ഭയങ്കര പണിയുണ്ട്. അങ്ങനെ 2 ശാഖയായിട്ട് എടുത്തു നമ്മളിപ്പോൾ. കുറേ ശാഖ വേണ്ട. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് പോകണം. ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ആക്കിയിട്ട് അതേപോലെ നമുക്ക് ഇഷ്ടമില്ല പോലെ ഡിവൈഡ് ചെയ്തുകൊണ്ട് പോകാം നമുക്ക്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കലാണ് പണി. പിടിച്ച് വേലിച്ചിട്ട് അവിടെ ഫുള്ളെന്തെല്ലാം നല്ല മഴ വരുന്നുണ്ട് പുറത്ത്. ആയില്ല, ഇതെല്ലാം ആയിട്ടാകുമ്പോൾ കാണിച്ചാൽ മതി നിങ്ങൾക്ക്. ഇത് കാണിക്കാണ്ടിരുന്നാൽ ശരിയായില്ല. പിന്നെ എന്തൊരു വീഡിയോ ആക്കുന്നത്, കാണിക്കണമല്ലോ. ഓരോരു ബ്രാഞ്ചായിട്ട് എടുക്കുന്നു ഇങ്ങനെ ശാഖ. ഇതിൽ ലാസ്റ്റ് ഇങ്ങനെ വരുന്ന എക്സ്ട്രാ വരുന്ന സാധനമില്ല, ഇങ്ങനത്തെ. ഇത് ചെറുതും ഇത് വലുതും. ഇത് നമുക്ക് വേണ്ട, ഇത് മുറിക്കാം, നമുക്ക് ലെവലാക്കിയിട്ട് വെക്കാം. ഇതിന്ന് ബ്രാഞ്ച് എടുക്കുമ്പോൾ ഇല്ലേ, നമ്മളിങ്ങനെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ എടുക്കണം. ഈ സാധനം നമുക്ക് ലോക്ക് ആവണം. അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് എടുത്തിട്ട് ബാക്കി അടിയിലും മുകളിലും ഇല്ല ഈ 2 എണ്ണത്തോട് നമ്മൾ അത് തിരിച്ചാൽ ഇത് ഇവിടെ സെൻറ്ററിൽ ലോക്കായി. മറ്റേ ചെയിൽ നമ്മൾ എടുത്താലില്ലേ, ഇങ്ങനെ എടുത്തിട്ടെല്ലാം പോയാൽ അതെല്ലാം ലൂസായിട്ട് ഇടുന്നെല്ലാം ഒളിയിട്ട് വരും ഇങ്ങനെ എടുത്താൽ. അപ്പോൾ നമ്മൾ എപ്പോഴും സെൻറ്ററിൽ നിന്ന് എടുക്കണം. ഇങ്ങനെ ഇതിങ്ങനെ എടുത്തു. പിന്നെ ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഇത് തിരിച്ചാൽ മതി എടുത്ത്. എന്താ ലോക്ക്, ഇത് സംഭവം. അങ്ങനെ നമ്മൾ ഇത് തിരുമ്പിയിട്ട് ലാസ്റ്റത്തെ ബ്രാഞ്ചിലേക്ക് എത്തി. പിന്നെ അത്രേ ഇല്ലു. ഇത് ലാസ്റ്റത്തത്. ബ്രാഞ്ചസ് എല്ലാം ആയിട്ടും ഇപ്പം തന്നെ കുറച്ചൊരു മരത്തിൻ്റെ ഷേപ്പെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇലക്കില്ലേ ഇല വേണം, മരത്തിൻ്റെ ഇലയെല്ലാം വെക്കണ്ടേ. അപ്പോൾ അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഇലയുടെ പണി നോക്കണം. നല്ല രസമില്ലേ, എനിക്ക് തന്നെ അഭിമാനം തോന്നുന്നു.
ഇലയാക്കാൻ വേണ്ടിയിട്ടില്ല, ഞാനിതാ ഇങ്ങനത്തെ ഒരു പുട്ടിൻ്റെ കുറ്റിയുടെ സാധനമില്ല, പുട്ടിനെ ഇങ്ങനെ ബാക്കൊന്നും തിന്നില്ലേ, ആ സാധനവും ഇങ്ങനത്തെ ഒരു പച്ച വയറെടുത്തിട്ട് നെയ്യിലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കണം. കട്ടാക്കിയിട്ടില്ലേ, ഇത് നമുക്ക് ഇങ്ങനെ വലുതാക്കാം. വലുതാക്കിയിട്ട് എന്തിയാക്കണ്ട പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റി കൊടുക്കണം. ഇത് ചുറ്റിയിട്ടാകുമ്പോൾ ഇങ്ങനെ ഇനി ഇങ്ങനത്തെ കുറേ എണ്ണം വേണം. അതിലൊരു 10-80 എണ്ണം ഉണ്ട് ബ്രാഞ്ച്. അങ്ങനെതാ ഇതിപ്പോൾ ഒരു 30 എണ്ണം ആയിട്ടുണ്ട്. 30 എണ്ണം ആകുമ്പോഴത്തേക്ക് തന്നെ ഇതെല്ലാം തീർന്നു. ഞാനും തെരഞ്ഞു ഇത് ഇത്ര വേഗം തീരുന്നു. ഇനിയിപ്പോൾ ഞാൻ 2-3 വട്ടം പോയിട്ട് നോക്കിനാടാ പച്ച ഉണ്ടോന്ന്. പച്ച ഇല്ല, വേറെ കളർ തന്നെ എടുക്കേണ്ടി വരും. നോക്കാം, ഇല്ല പോലെ ആക്കാം. അങ്ങനെ ഞാൻ പുതിയ മേടിച്ചിട്ട് വന്നത് പച്ച കളറില്ല, അപ്പോൾ ഈ ഗോൾഡൻ കളർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഗോൾഡൻ കളറിലാക്കാം. അങ്ങനെ പച്ച ഇലയും ഗോൾഡൻ ഇലയും എല്ലാം റെഡി ആയിട്ടുണ്ട്. പച്ച കുറച്ചേ ഇല്ലു അപ്പോഴത്തേക്ക്. അതിന് നമുക്ക് എന്താക്കണ്ട പറഞ്ഞാൽ ഈ മരത്തിലേക്ക് ഈ ഇലയെല്ലാം ഫിറ്റാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ടൈറ്റിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് ഫുള്ളാക്കണം. അങ്ങനെ നമ്മതാ ഇതിൻ്റെ ഇലയെല്ലാം ഫിറ്റാക്കിയിട്ടുണ്ട്. ഇതിനിപ്പോൾ ഈ ചെരിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നതിനെല്ലാം ലാസ്റ്റ് ഷേപ്പ് ആക്കാനുണ്ട്. ഇങ്ങനെ എല്ലാം നേരെ നിൽക്കുന്ന പോലെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ഷേപ്പ് വേണമെങ്കിൽ ആക്കാം. നമുക്ക് ഇഷ്ടത്തിൻ്റെ അനുസരിച്ചിട്ട് ഇങ്ങനെ ആക്കാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് അറിയാം, ഒരു ബേസ് വേണം ഇതിന്. ഇതല്ല ശരിക്കും ഇതിൻ്റെ ഇത് ഒരു പാത്രത്തിൽ പോലെ ഇങ്ങനെ വെക്കാം. ബോൺസൈലും ഉണ്ടെന്നില്ല അങ്ങനെ. അതിനെക്കാട്ടി മുമ്പേ നമുക്ക് ഈ വേര് എളിച്ചിട്ട് എടുക്കണം. എന്നിട്ട് വേരിൻ്റെ നല്ലൊരു ഷേപ്പ് ആക്കണം. ഇതിന് വേരാക്കാൻ വേണ്ടിയിട്ടില്ലേ നമുക്കിത് ഇതെല്ലാം അയക്കണം ഫസ്റ്റ്. അത് അയക്കുമ്പോൾ മിക്കവാറും ഇത് ഇടുന്ന് ലൂസാവും. ഇത് ലൂസായാലും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കടിച്ചതുമില്ല പിടിച്ചതുമില്ല, അങ്ങനെ ആവും ലാസ്റ്റ്. അപ്പോൾ നമുക്ക് ഇത് എന്തെങ്കിലും കെട്ടിയിട്ട് ടൈറ്റ് ആക്കണം. അതിപ്പോൾ ഫസ്റ്റ് അതിന് വേണ്ടിയിട്ടില്ലേ ഒരു ഇൻസുലേഷൻ ടേപ്പ് എടുക്കാം. ഇൻസുലേഷൻ ടേപ്പിൽ ഇത് ടൈറ്റിൽ ഒട്ടിച്ചിട്ട് വെച്ചിട്ട് നമുക്ക് നല്ല വേരെടുക്കാം. അങ്ങനെ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് അടിയിൽ നിന്ന് നമുക്ക് ഈ വേരെടുക്കേണ്ടത്. വന്നു. ഇത്രയാണ് ഇപ്പോൾ വേരില്ലേ നമുക്ക്. ഇനി നമുക്ക് ഈ വേരിനില്ലേ വേരിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഇങ്ങനത്തെ ബ്രാഞ്ച് ആക്കാൻ ബാക്കിയിട്ട് അതേപോലെ നമുക്ക് വേരും ആക്കാം. അങ്ങനെ വേരും റെഡിയായി. ഇനി ഇതിനൊരു ബേസ് കൊടുക്കണം നമുക്ക്. ഇങ്ങനെ അതും കൂടി ആയാൽ സാധനം സെറ്റായി. അപ്പോൾ ബേസ് ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒന്ന് ഇത് മറ്റേ ഹോട്ടലിൽ നിന്ന് മയണൈസ് എല്ലാം കിട്ടുന്ന സാധനം. പിന്നൊന്നത് ഈ കല്ല്. ഇത് നമ്മളിവിടുന്ന് പുറത്തുനിന്ന് കിട്ടുന്നത്. മരവയിലേക്ക് വറ്റിച്ചിട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മരവയിലേക്ക് ഒട്ടിക്കണം. മരവയിലേക്ക് ഒട്ടിക്കാനില്ലേ ഒട്ടിക്കുന്ന സൂപ്പർ ഗ്ലൂ കോഡ്. അതിന് കുറച്ച് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് പഞ്ഞി വെച്ചിട്ട് അതിലേക്ക് സൂപ്പർ ഗ്ലൂ ഇട്ടിക്കുന്നത്. പഞ്ഞിയിലൊട്ടിക്കുന്നത് നടക്കുന്നില്ല കേട്ടോ. പഞ്ഞിയിലൊട്ടിക്കുന്നത് ഫുള്ള് എളീറ്റ് വരുന്നു. കായ്ക്കല ഫുള്ള് വാശയായിട്ട് വേറെ ടെക്നിക്ക് നോക്കാം നമുക്ക്. ഞാൻ കല്ല് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ നല്ല വാങ്ങിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല ഫിറ്റായിട്ട് നിൽക്കുന്ന കല്ല്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ മരം പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കും. എന്താ ഈ പഞ്ഞി പോകുന്നുമില്ല, അത് ഉപകാരത്തിന് ഇല്ലുമില്ല, പോകുന്നില്ല. നോക്കിയില്ല ഇത് ഈ കല്ലിൽ ഇത് വേറൊരു ടൈപ്പ് കല്ല്. ഇതിലേക്ക് വെച്ചിട്ട് സൂപ്പർ ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിച്ച് വെക്കാം. ഇതെങ്ങനെ സൂപ്പർ ഗ്ലൂ ഇട്ട് നിൽക്കുന്നില്ല കേട്ടോ. കല്ലിൻ്റെ മുകളിൽ കുറച്ച് മരപ്പൊടി ഉണ്ട്. ഇതിൻ്റെ മുകളിലിട്ടിട്ട് സൂപ്പർ ഗ്ലൂ ഇട്ട് വെക്കാം. മരപ്പൊടി ഇത് വർക്കൗട്ടായിന്. കുറച്ച് മരപ്പൊടി കാണുന്നേ ഇല്ലു, മരം നിന്നില്ല. പിന്നെ നമുക്ക് ഈ വേരെല്ലാം ഈ കല്ലിലേക്ക് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കാം. അതിനും നമുക്ക് സൂപ്പർ ഗ്ലൂ വേണം. വേരൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ഞി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിൽക്കുന്നു. ഞാൻ നേരത്തെ ഒട്ടിച്ചത് ശരിയായിട്ട് എന്തെന്ന് അറിയില്ല. അപ്പോൾ ബാക്കിയുള്ള വേരെല്ലാം നമുക്ക് പഞ്ഞിയിൽ തന്നെ ഒട്ടിക്കാം. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം.
ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടായി. ഇപ്പം ഇങ്ങനെ കഴിഞ്ഞിട്ട് അതിനില്ല, നമുക്ക് ഇതിൻ്റെ സൈഡ് കൂടിയിട്ട് കുറച്ച് ക്ലേ നോർക്കാം. ക്ലേ എന്ന് പറഞ്ഞാൽ ഇത് ഇതാണ് നിൽക്കുന്നത്, ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ്. അത് രണ്ടെണ്ണം മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നോർക്കാം സൈഡെല്ലാം. ഇനി ഇതില്ലേ നമ്മൾ ഇതിലേക്ക് ഉള്ളിലേക്ക് പറ്റിച്ചു കൊടുക്കണം, ഇതിൻ്റെ സൈഡേക്കെല്ലാം. ഈ വേര് ഇടാൻ നിൽക്കട്ടെ, കുറച്ച് പേരെല്ലാം കാണണ്ടേ. അങ്ങനെ ഇതിപ്പോൾ ഉറച്ചിട്ട് നല്ല കല്ല് പോലെ ആയിട്ടുണ്ട്. ഇനിയില്ല, ഇത് വെള്ളം തന്നെ വെക്കണ്ട, നമുക്ക് പച്ച കളറാക്കാം. നമുക്ക് ഇതിന് നമുക്കൊരു കളർ കൊടുക്കാം. അതും കൂടി ആയാൽ സാധനം റെഡിയായി.